ഹലോ ഗായ്സ്, അപ്പോൾ ബബ്ബിൾബാസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ SOP. ഇപ്പോൾ നിങ്ങളെല്ലാവരും SOP സെർച്ച് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. പക്ഷെ രണ്ട് തരം ആൾക്കാരോട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒന്ന് ബിസിനസ് മാനും അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസും, ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസും. അപ്പോൾ അതിനാണ് ഈ ഒരു വീഡിയോ സ്റ്റുഡൻസിനുള്ള വീഡിയോ. അതായത് രണ്ട് തരം SOP ഉണ്ട്. ഞാൻ പറഞ്ഞതിന്റെ മീനിങ് അതാണ്. അതായത് ഈ ബിസിനസ് മേഖലയിലെ SOP എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻസും പരിപാടിയൊക്കെ നമ്മളിപ്പോൾ ഒരു കഫേയിലൊക്കെ റെസ്റ്റോറൻറ്റൊക്കെ നല്ലൊരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടാവില്ലേ, എങ്ങനെയാണ് ഇവിടെ ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു, അതായത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതിനെന്താ പറയുക, SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്താ പറയുക ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതാണ് SOP ഈ ബിസിനസ് മേഖലയുള്ള. പക്ഷെ ഞാൻ ഇതിൽ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞ SOP ആണ്. അത് ഡിഗ്രി സ്റ്റുഡൻസിന് പുറത്തു പോകാൻ, അതായത് നമ്മുടെ ഇന്ത്യൻ്റെ പുറത്തു പോകാൻ, യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു ലെറ്റർ പോലെ, ഒരു എസ്സേ പോലുള്ള സംഭവമാണ്. മനസ്സിലായോ? അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുകയാണല്ലോ, അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്, ഇത്രയും യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, കോഴ്സ് ചൂസ് ചെയ്തത്, ഇത്രയും കോഴ്സുകൾ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കോഴ്സ് ചൂസ് ചെയ്തു, അതുപോലെ നിങ്ങൾ ആരാണ്, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങൾ ജോബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ഗൂഗിളിൽ ഇതിലൊക്കെ നോക്കിയാൽ കിട്ടും. ഇൻട്രൊഡക്ഷൻ, പിന്നെ നിങ്ങളുടെ കരിയർ ഗോൾസ്, അതുപോലെ നിങ്ങൾ വൈ വൈ യു ചൂസ് ദാറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ വൈ യു ചൂസ് ദാറ്റ് കോഴ്സ്, പെർട്ടിക്കുലർ കോഴ്സ് എന്തിനു ചൂസ് ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇതിന്റെ ഫോർമാറ്റ് കറക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. പക്ഷേ SOP എന്ന് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ കുറെ മിസ്റ്റേക്കുകൾ, ഞാൻ SOP കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ കുറെ മിസ്റ്റേക്കുകൾ, ഈ എന്താ പറയുക, ഈ ഫോർമാറ്റ് മാത്രം നോക്കരുത്, എന്ത് അതിൽ ഉൾപ്പെടുത്തരുത്, അല്ലെങ്കിൽ എന്ത് അതിൽ ചെയ്യാൻ പാടില്ല എന്നും കൂടി നിങ്ങൾ അന്വേഷിക്കണം. മനസ്സിലായോ? കാരണം എന്താ പറയാ, കുറെ ആൾക്കാർ ഇൻട്രൊഡക്ഷനിലൊക്കെ അവരുടെ എന്താ പറയാ വീട്ടുകാരെ കുറിച്ചിട്ടൊന്നും, എല്ലാ കുടുംബക്കാരെ മൊത്തം ഡീറ്റെയിൽസും പറഞ്ഞു വലിച്ചു വാരി ചെയ്തു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പെർട്ടിക്കുലർ, അതായത് 800 to 900 അല്ലെങ്കിൽ 1000 ഒക്കെ മാക്സിമം വേർഡ്സ് ഒതുങ്ങുന്ന ഒരു എസ്സേ, അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇവർ പറഞ്ഞ 4-5 പോയിന്റ് ഉണ്ട്, അത് മാത്രം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. മനസ്സിലായോ? അല്ലാണ്ട് അമ്മോന് പലചരക്ക് കട ഉണ്ട്, ഇവിടുന്ന് ഇത്ര ഏണിങ്സ് ഉണ്ട്, പരിപാടി ഉണ്ട്, അങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറെ വലിച്ചു വാരി ചെയ്തത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഏത് SOP നമ്മൾ ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തതെന്ന്. അതിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ കാരണം ഫീസ് കുറവെന്നോ, അല്ലെങ്കിൽ എന്താ പറയാ എന്റെ ഫ്രണ്ട് അവിടെ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഫ്രണ്ട് ചൂസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള പരിപാടി കാര്യങ്ങളൊന്നും പറയരുത്. അതായത് അത്രയും കോൺഫിഡന്റ് ആയിക്കാണ്ട്, നിങ്ങൾ അത്രയും ക്ലെവർ ആയിക്കാണ്ടുള്ള ആൻസേഴ്സ് അതിൽ ഉൾപ്പെടുത്തിയാലാണ് നിങ്ങൾക്ക് വിസ റിജക്ഷൻ ഉണ്ടാവാതിരിക്കുള്ളൂ. മറ്റേ നിങ്ങൾ വിസ റിജക്റ്റ് ആയി പോകും. മനസ്സിലായോ? കാണുന്നില്ല ഫ്രെയിമിൽ. വിസ റിജക്ഷൻ വരും, നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ക്ലവർ ആയിക്കാണ്ടുള്ള ആൻസേഴ്സ്, അല്ലെങ്കിൽ അവർക്ക് തോന്നാൻ പാടില്ല ഇവ ഇവിടെ വന്നാൽ ഞമ്മക്കൊരു തലവേദനയാണ് എന്നൊരു തോന്നാൻ പാടില്ല. നിങ്ങൾ പൈസ കുറഞ്ഞോണ്ടാണ് അത് ചൂസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ചൂസ് ചെയ്ത കോഴ്സ്, നിങ്ങൾ പൈസ കുറവായതുകൊണ്ട് മാത്രമാണ് ആ കോഴ്സ് ചൂസ് ചെയ്ത്, ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് എന്നൊക്കെയുള്ള ഒരു തോട്ട് അവർക്ക് വന്നാൽ ഇവർക്ക് റിജക്ഷൻ ചെയ്യാം. ഒരു ഇതിൽ തന്നെ, ലെറ്ററിൽ തന്നെ കുറെ സമയമൊന്നും ഒബ്സർവ് ചെയ്ത് കണ്ട് നിൽക്കുന്നില്ല. അവര് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എങ്ങനെയാണ് വരുന്നത്, അത് റിജക്ട് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ റിജക്ഷൻ ചെയ്യും. മീൻസ് റിജക്ഷൻ വരും, നിങ്ങൾക്ക് റിജക്ട് ചെയ്യും അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ക്ലവർ ആയിക്കാണ്ടുള്ള നല്ല ആൻസേഴ്സ് കൊടുക്കുക. അതായത് നിങ്ങൾ ആ ഭാഗത്തുനിന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ലെറ്റർ, അതായത് വേറൊരുത്തന്റെ ലെറ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസ് ഓക്കെ ആണ്, ഇവൻ കാര്യമായിട്ട് നല്ല പഠിക്കണം എന്നുള്ള ബോധത്തോടാണ് വരുന്നതെന്നുള്ളൊരു മൈൻഡിൽ നിങ്ങൾക്ക് തോന്നണം. നിങ്ങൾ ആ ഭാഗത്തുനിന്ന് ചിന്തിക്കുക. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? അപ്പൊ ഈ SOP ഇത് എനിക്ക് പുറത്തു പോകാൻ ആവശ്യമുള്ളതാണ്. SOP എല്ലാവരുടെ വീഡിയോ ഞാൻ അടുത്ത് ചെയ്ത് കേട്ടോ. അപ്പൊ SOP എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇതിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ ഡിഗ്രി പോകുന്നവർക്കൊക്കെ പുറത്തു പോകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും, ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾക്കൊക്കെ അയച്ചെടുത്ത് നിങ്ങൾ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ എൻ്റെ പേഴ്സണൽ വ്ളോഗിങ്ങും കണ്ടന്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ രണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ യൂത്തിനാണ്, ഈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെ, അവർക്കൊക്കെ ഉപകാരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി നിങ്ങൾ എനാബിൾ ചെയ്തിടാം. ഓക്കെ. ബൈ ബൈ. ബബിൾ ബസ്.